ഹായ് ഹലോ, എല്ലാവർക്കും ഷെയ്മാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കാത്തിരുന്നൊരു വീഡിയോ അല്ലേ ഇത്. ഹയ്യമ്മക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കൺമഷി തയ്യാറാക്കിയത്. അപ്പോൾ ഈ ഒരു കൺമഷി തയ്യാറാക്കിയപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്കും കൂടി ഇതൊന്ന് കാണിച്ചു തരണമെന്ന്. കാരണം എല്ലാ വീഡിയോസും ഞാൻ എന്ത് വീഡിയോ ഷോട്ട് ഇട്ടാലും അപ്പോഴേ അതിൻ്റെ ഫുൾ വീഡിയോ വേണമെന്നും പറയും എല്ലാവരും പറയുന്നുണ്ട്. ന്യൂബോൺ ബേബികൾക്കുള്ള കൺമഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് എഴുതി കൊടുക്കുന്നതായിരിക്കും അത് നല്ലത്, വളരെ നല്ലതെന്ന് തന്നെ പറയാം. കാരണം വരുന്ന കൺമഷി എങ്ങനെയൊക്കെയുള്ളതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം കഴിയുന്നതും നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് കൺമഷി കരിക്കുക, അത് അമ്മയ്ക്കും കുഞ്ഞിനും എഴുതുവാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പം കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട്, കാരണം എൻ്റെയൊക്കെ ഓർമ്മയിൽ എനിക്കൊക്കെ ഞാൻ എൻ്റെയൊക്കെ ഡെലിവറി ടൈമിന് ഉണ്ടാക്കി അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു കൺമഷി കരിച്ചിരിക്കുന്നത്. അപ്പം നമുക്കതൊന്ന് നോക്കിയാലോ എങ്ങനെയാണ് കരിക്കുന്നതെന്നൊക്കെ. അപ്പം ഇത്രയും കരി നമുക്കിങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര തിരി കത്തിച്ചാലാണ് നമുക്കിത് കിട്ടുക എന്നും, അല്ലെങ്കിൽ ആ തിരി എങ്ങനെ ഉണ്ടാക്കിയെന്നും എന്തെല്ലാം മരുന്നുകൾ അതിൽ ചേർന്നിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് കാണാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് നമ്മുടെ പറമ്പിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള ഔഷധ സസ്യങ്ങൾ നമുക്ക് കിട്ടും. ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിലെ മുറ്റത്തുനിന്ന് തന്നെയാണ് ഇത് നമുക്ക് പൂവാങ്കുറുന്തൽ കിട്ടിയത്. ഇത് പൂവാങ്കുറുന്തൽ എന്ന് പറയുന്ന ഔഷധ സസ്യമാണ്. നമുക്ക് ഇതിന് ഒരു പറിച്ചെടുക്കാം. ഇത് കയ്യൊന്നി, കഞ്ഞെണ്ണ എന്നൊക്കെ ഓരോരുത്തർ പറയും, നമ്മൾ പറയാം കയ്യൊന്നി എന്നാണ്. ഇത് തുമ്പയാണ്. നമ്മുടെ പൂക്കളം ഇടാനൊക്കെ ആദ്യം നമ്മൾ തപ്പുന്നത് തുമ്പപ്പൂവിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതുപോലെ തുമ്പച്ചെടിയാണ്. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റമാണ് നമ്മുടെ ശംഖുപുഷ്പം. കേട്ടിട്ടുണ്ടോ? ശംഖുപുഷ്പം കണ്ണെഴുതി എന്നുള്ളതിൽ തുടങ്ങുന്ന ഒരു പാട്ടൊക്കെ. ഏറ്റവും നല്ലതാണ് ശംഖുപുഷ്പം കണ്ണിന്. കാരണം നമ്മുടെ കഴിക്കാൻ വരെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ശംഖുപുഷ്പം. അപ്പം നമ്മുടെ കണ്ണിലേക്കും എത്രത്തോളം അത് തണുപ്പ് തരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ. അപ്പം ഇന്നിപ്പം നമ്മൾ കുറച്ച് ശംഖുപുഷ്പവും കൂടെ പറിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന പനിക്കുറുക്കയാണ്. പനിക്കുറുക്കയുടെ ഇല നിങ്ങൾക്കറിയാമല്ലോ. കുഞ്ഞുങ്ങൾക്ക് പനി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല വാട്ടി പിഴിഞ്ഞ് തേനും ചേർത്തും അല്ലെങ്കിൽ നേരിട്ടും തേൻ ചേർക്കാതെയൊക്കെ കൊടുക്കും, നമ്മുടെ കഫക്കെട്ട് മാറാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് വേണ്ടത് കോറയുടെ തുണിയാണ്. കോറത്തുണി നമ്മൾ വെറും കോട്ടൺ തുണിയല്ല എടുത്തിരിക്കുന്നത്, കോറത്തുണി വാങ്ങിയിട്ടുണ്ട്. ഈ കോറത്തുണി നമുക്ക് ആവശ്യമുള്ള പീസുകൾ കീറിയിട്ട് കഴുകി എടുത്ത് വെക്കണം കേട്ടോ. കഴുകി ഉണക്കി എടുത്ത് വെക്കണം. ഇനി നമുക്ക് എടുത്ത ഒരു 15 ശംഖുപുഷ്പമാണ് ഞാൻ എടുത്തത്. അതുപോലെ ഒരു ചെറുനാരങ്ങ, ഒരു വെറ്റില, ഒരു 7-8 ലീഫിൻ്റെ പനിക്കുറുക്ക, ഒരു തുമ്പച്ചെടി, ഒരു കയ്യൊന്നി, 2 പൂവാങ്കുറുന്തൽ. കണ്ടോ, പൂവാങ്കുറുന്തലിൻ്റെ 2 ചെടി എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയുമാണ് നമ്മൾ ഇന്ന് നമ്മുടെ ആവശ്യത്തിനായിട്ട് എടുക്കുന്നത്. അപ്പം ഇനി ഇതെല്ലാം ഒന്ന് ഇതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞ് ഇലകളൊക്കെ ഒന്ന് നമുക്ക് ചെറിയ ചെറിയ പീസാക്കി എടുത്ത് വെക്കണം. നമുക്ക് ഇലകൾ ഫുള്ളായിട്ട് എല്ലാത്തിൻ്റെ ഇലകൾ പറിച്ചെടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകണം. കാരണം മുറ്റത്ത് നിൽക്കുന്ന നമ്മൾ 2 ട്രിപ്പ് കഴുകി എടുത്തതാണ്, പക്ഷെ എന്നാലും ഒന്നും കൂടി കഴുകണം. ഇതിനകത്ത് മണ്ണും പൊടിയൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കഴുകി നമുക്ക് വൃത്തിയാക്കി എടുക്കണം ഒന്നും കൂടി. ഇപ്പോൾ പൂവാങ്കുറുന്തലിൻ്റെ ഇലയെല്ലാം പറിച്ചെടുത്തത് 2 ചെടി, ചെറിയ ചെടിയാണ് ഞാൻ പൂവാങ്കുറുന്തൽ എടുത്തത്. ഒരു കയ്യൊന്നി, പിന്നെ വെറ്റില, ഒരു വെറ്റിലയാണ് എടുത്തിരിക്കുന്നത്. നല്ല ചാറ് കിട്ടുന്ന രീതിയിൽ ഒരു വലിയൊരു വെറ്റില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഓരോന്നോരോന്നായിട്ട് കഴുകി നമ്മുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ പിന്നെ ചെറിയ മിക്സിൻ്റെ ജാറിലേക്ക് വെച്ച് അരച്ചെടുക്കുക. അതല്ലെങ്കിൽ കല്ല്, നമ്മുടെ അരകല്ലുണ്ടല്ലോ, അരകല്ലുണ്ടെങ്കിൽ അരകല്ലിൽ അരച്ചെടുക്കാം. അപ്പം ഞാനിന്നിവിടെ എടുക്കുന്നത് നമ്മുടെ മിക്സിയുടെ ജാറ് എടുത്ത് വെച്ച് അതിലേക്ക് കഴുകിയെടുക്കുക. ഈ നാരങ്ങ നീര് നമുക്ക് വേണം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഇലകളെല്ലാം കൂടെ ഒന്ന് അരച്ചു കൊണ്ടുവരാം. ഈ ഇലകൾ അരയ്ക്കുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കേണ്ട. നമ്മൾ കഴുകി വാരി എടുത്ത ഇലകളെല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള ലീഫായതുകൊണ്ട് ആ ഒരു ഇലയ്ക്കകത്ത് എത്രയും വെള്ളമുണ്ടോ അതിനനുസരിച്ച് അത് അരച്ചെടുത്താൽ മതി. ഇനി നമുക്ക് നല്ലപോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതെടുത്ത് നമ്മുടെ ഈ ഒരു ബൗളിലേക്ക് മാറ്റണം. അപ്പോൾ അതൊന്ന് അരിച്ചെടുത്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പം ഞാനൊരു അരിപ്പ എടുത്ത് വെച്ചിട്ട് അതിലേക്കാണ് നമ്മളിതെല്ലാം ഒഴിച്ച് നന്നായിട്ട് അരിച്ചെടുക്കുന്നത്. നല്ലപോലെ ഇതിനെ കൈകൊണ്ട് തന്നെയാണ് ഞാൻ തുടച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ കൈകൊണ്ട് തന്നെ നല്ലപോലെ മുറുക്കി പിഴിയുന്നുണ്ട്. ഈ അരിപ്പ അല്ലെങ്കിൽ ഒരു വെള്ള കോട്ടൻ്റെ തുണി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി.
ഇനി നമുക്ക് അരിച്ചൊഴിച്ചിട്ട് നമ്മളതാ നമ്മുടെ നാരങ്ങ നീര് മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുന്നത്. കാരണം അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാറിനകത്ത് നമ്മൾ അരച്ചതിൻ്റെ കുറച്ച് നീരിരിപ്പുണ്ട്. അപ്പോൾ അത് നമുക്ക് വെള്ളമൊന്നും ഒഴിച്ച് കഴുകി എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നാരങ്ങ നീര് ജാറിൽ ഒഴിച്ചിട്ട് ഇനി ആ അരിപ്പയിലൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് രണ്ടും ജാറിലുള്ള ആ നീരും അതുപോലെ നാരങ്ങ നീരും എല്ലാം കൂടെ നന്നായിട്ട് കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ അതിനെ ചുറ്റിയെടുത്ത് നമ്മളത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ട ഇത്രയും ചാറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇനി ഒന്ന് പിഴിഞ്ഞെടുക്കണം ഇതിനെ. പിഴിയുന്നത് ഇതിൽ നിന്നും കിട്ടാവുന്ന അത്ര നീര് നമ്മൾ പിഴിഞ്ഞ് നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കണം. അപ്പോൾ കുറച്ച് നമ്മളിങ്ങനെ സ്പൂണോട് ഞെക്കി എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ആ നീരിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തുണി അത് ഇതിനകത്തേക്കാണ് നമ്മൾ മുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര പീസ് തുണി എടുത്തിട്ടുണ്ടെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ 1/2 മീറ്റർ കോറത്തുണിയായിരുന്നു വാങ്ങിയത്. അതിൽ നിന്നും ഒരു 3 പീസ് തുണി ഇതുപോലെ കീറിയെടുത്തിട്ടുണ്ട്. അത് കഴുകി ഉണക്കി എടുത്ത് വെച്ചേക്കുന്ന സാധനമാണിത് കേട്ടോ. കോറത്തുണിയിലൊരു പശയൊക്കെ ഉണ്ടാവും, അത് മാറ്റിയിട്ട് കഴുകി ഉണക്കിയെടുത്ത് ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ ഈ മരുന്ന് മുക്കിയെടുക്കുക. ഇപ്പോൾ 2 തുണി മുക്കിയപ്പോൾ തന്നെ കുറച്ച് ഈ ഒരു മരുന്ന് ബാലൻസ് ഉണ്ട്. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഒരു പീസ് തുണിയും കൂടെ ഇതിനകത്തേക്ക് ഇടുകയാണ്. അങ്ങനെ ടോട്ടലി 3 പീസ് തുണിയാണ് ഞാനിത് മുക്കിയെടുക്കാൻ എടുക്കുന്നത്. ഇതിപ്പോൾ 2 തുണിയുണ്ട്. ഈ 2 തുണിയും മുക്കിയതിന് ശേഷം നമുക്ക് നോക്കുമ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ മരുന്ന് കിട്ടിയിട്ടുണ്ട്. ഒരേ നീളത്തിൽ തന്നെയാണ് 2 തുണി മുക്കി, അതേ നീളത്തിൽ തന്നെ ഒരു തുണിയും കൂടെ നമ്മളിതിലേക്ക് മുക്കിയെടുക്കുന്നുണ്ട്. കാരണം മരുന്ന് കുറച്ചും കൂടി ഉള്ളത് കൊണ്ട് നമ്മൾ അതേപോലെ തന്നെ മുക്കിയെടുത്ത് അതിനെ നന്നായിട്ട് ഇനി നമുക്കിതൊന്ന് ഉണക്കി കിട്ടണം. അപ്പോൾ ആ മരുന്ന് നന്നായിട്ട് തുണിയിൽ പിടിച്ചെന്ന് നമുക്ക് നല്ല രീതിയിൽ ബോധ്യപ്പെടണം. കാരണം ആ മരുന്ന് ബാക്കിയാവരുത്. ആ മാക്സിമം ആ മരുന്നെല്ലാം ഈ തുണിയിൽ തന്നെ പിടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ അതിനെ കുറച്ച് നേരം മരുന്ന് ആ തുണിയുമായിട്ട് ആ പാത്രത്തിൽ തന്നെ മുക്കി വെക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോരും. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഇതിലെല്ലാം നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ തുണി ഇനി കൊണ്ടുവന്ന് വെയിലത്തിട്ടൊന്ന് ഉണക്കിയെടുക്കണം. നമ്മളിപ്പോൾ മുറ്റത്തെത്തിയിട്ടുണ്ട്. മുറ്റത്ത് നമ്മുടെ അയലിൻ്റെ മേലേക്ക് നമുക്ക് ഈ തുണി ഇട്ടൊന്ന് ക്ലിപ്പ് ചെയ്യണം. അപ്പോൾ നമ്മുടെ തുണിയൊക്കെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് ഏകദേശം ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. രാവിലെ ഉച്ചയ്ക്ക് ഇട്ടതാണ്, നല്ല വെയിലിട്ടതാണ്. ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ തന്നെ നമ്മൾ മരുന്നൊക്കെ ഈ തുണിയിൽ പിടിച്ച് തുണി നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് അകത്ത് കൊണ്ടുപോയിട്ട് വേണം ഇനി ഇതിനെ ചെറിയ ചെറിയ തിരിയായിട്ട് നമുക്ക് തെറുത്തെടുക്കണം. എന്ന് വെച്ചാൽ തിരി ആയിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുക്കണം. ഇതിനെ ചെറിയ ചെറിയ പീസാക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ തിരി ഒന്ന് ചെറിയ രീതിയിൽ ഇതുപോലെ തെറുത്തെടുത്ത് നമ്മൾ ഇതുപോലെ ഒരു വിളക്ക് വാങ്ങിയിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കത്തിക്കാൻ പറ്റിയൊരു വിളക്ക് വാങ്ങിയിട്ടുണ്ട്. വിളക്കിനകത്തേക്ക് നമ്മൾ മൊത്തത്തിൽ തിരി ഒന്നിച്ചിടണമെന്നില്ല. ഇതിപ്പോൾ ഒരു 5 തിരി ഇടാൻ പറ്റിയ വിളക്കാണ്. അപ്പം ഞാനിവിടെ ഒരു 5 എണ്ണം ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണേൽ 1ഓ 2ഓ വെച്ചിട്ട് തന്നെ നമുക്കിത് കത്തിച്ചെടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ തിരി തെറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ടാണ് ഈ തുണിയുടെ പുറത്ത് വെച്ചിട്ട് നമ്മൾ ഈ തിരി കത്തിക്കാൻ പോകുന്നത്. തിരി കത്തിച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇവിടുന്ന് മാറ്റി വെക്കും. അപ്പോൾ നിങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരി കത്തിക്കുന്ന സമയത്ത് ഇതുപോലെ തുണിയുടെ പുറത്തൊന്നും വെച്ച് കത്തിക്കരുത്. നമ്മളത് മാറ്റി നല്ല അടുപ്പിൻ്റെ അടുത്തോ അല്ലെ ഏതെങ്കിലും ടൈലിൻ്റെ അടുത്തൊക്കെ കൊണ്ടുവച്ചിട്ടേ കത്തിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ തുണിയിലേക്ക് തീപ്പൊരി എങ്ങാനും വീണ് കഴിഞ്ഞാൽ അത് തുണി കത്തുമ്പോൾ അത് പ്രശ്നമാവും. നമ്മൾ നല്ലെണ്ണ ഇപ്പോൾ ഒഴിച്ചത്, നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ ഒഴിച്ച് കത്തിക്കുക. അതല്ല നല്ല പശുവിൻ നെയ്യ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലൊക്കെ കടഞ്ഞെടുക്കുന്ന പശുവിൻ നെയ്യ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. എനിക്കിവിടെ അങ്ങ് കിട്ടിയില്ല, അതാണ് ഞാൻ ഈ നല്ലെണ്ണയിൽ തന്നെ കത്തിച്ചത്. അപ്പോൾ എണ്ണ നല്ലോണം ഒഴിച്ച് തിരിയൊക്കെ നല്ലപോലെ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കത്തിക്കുന്ന ഭാഗത്ത് ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം അതിനെ കത്തിക്കാൻ. അപ്പോൾ കത്തിക്കുമ്പോൾ നമ്മൾ വെക്കേണ്ട ഒരു ഇതുണ്ടല്ലോ, ചട്ടി. ഞാൻ ഇതുപോലൊരു പുതിയൊരു ചട്ടി, അടപ്പ് ചട്ടിയാണ് വാങ്ങിയിരിക്കുന്നത് കരി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വീട്ടിൽ തന്നെ ഉപയോഗിക്കാതെ എന്നാൽ പുതിയത് വാങ്ങി വെച്ചിരിക്കുന്ന കറിച്ചട്ടി ഉണ്ടെങ്കിലും, നമ്മൾ കറിയൊക്കെ വെക്കുന്ന ചട്ടി ഉണ്ടല്ലോ, കറി വെക്കാൻ വേണ്ടി വാങ്ങിയത്,
ആ ചട്ടി ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ കരിച്ചെടുക്കാം. അത് പുതിയതായിരിക്കണം, കറിയൊന്നും വെക്കുന്ന എടുക്കരുത്, കുഞ്ഞിൻ്റെ കണ്ണൊക്കെ എരിയും കറി വെക്കുന്നത് എടുത്താൽ. അതുപോലെ പുതിയ ചട്ടി വെക്കണം. അപ്പം നമ്മൾ നല്ലപോലെ 5 തിരി ഇട്ടിട്ട് നമ്മൾ തീ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, തിരിക്ക് കത്തിച്ചിട്ടുണ്ട്. ആ തിരി ഇനി നമ്മൾ ഇത് വെച്ച് അടച്ചു കഴിഞ്ഞിട്ട് പതുക്കെ ഇങ്ങനെ ഇരുന്ന് കത്തി വരുന്ന പുകയുണ്ടല്ലോ, ആ പുക ഈ ചട്ടിക്കകത്തേക്ക് പിടിച്ച് ഇനി നമ്മുടെ തിരിയുടെ ആ ഒരു പുക കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചട്ടി എടുത്ത് വെക്കുന്നത്. ഈ ചട്ടി എടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് പുക ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയില്ല. നമ്മൾ താത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ തിരി പെട്ടെന്ന് കെട്ടുപോകാൻ സാധ്യതയുണ്ട്, എന്നുവെച്ചാൽ അണഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇടയ്ക്ക് തിരി ഇങ്ങനെ കത്തി പോകുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, തിരി ഇങ്ങനെ നീക്കി പുറത്തേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇടയ്ക്ക് പൊക്കിയിട്ട് വേണം, ഈ അടപ്പ് പൊക്കിയിട്ട് വേണം നമ്മളത് ഇങ്ങനെ തിരി നീക്കി മാറ്റി കൊടുക്കാൻ കേട്ടോ. പിന്നെ ഇനി ഇതൊന്ന് കത്തി തീരുന്നവരുള്ള സമയം നമുക്കുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. നമ്മുടെ തിരിയൊക്കെ ഏകദേശം കത്തിക്കഴിഞ്ഞ് ഇപ്പം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതാ കണ്ടോ, നമ്മുടെ ആ തിരിയെല്ലാം കത്തിയിട്ട് നമുക്ക് ഇത്രയും കരി കിട്ടിയിട്ടുണ്ട്. റൗണ്ട് കരിയായിട്ട് ചുറ്റിനും റൗണ്ടായിട്ട് തന്നെ നമ്മുടെ കൺമഷി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം കരി എത്രത്തോളം ആ കരി നമുക്ക് കിട്ടിയെന്നുള്ളത് നമ്മൾ മെല്ലെ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ തോണ്ടി എടുക്കുമ്പോൾ അറിയാം. അപ്പോൾ മെല്ലെ എടുക്കുക. നല്ലോണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം കുറേ സമയം നമ്മൾ വെച്ച സമയം കഴിഞ്ഞ് ഒരു 2-2.5 മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് വന്ന് നോക്കുന്നത്. അപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തിരി നീക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. നമുക്ക് എത്ര നേരം അത് ഇരുന്ന് കത്തി കിട്ടുന്നുണ്ടോ അതിനനുസരിച്ചാണ് പുക കിട്ടുന്നത്. നമുക്ക് മൊത്തത്തിൽ കിട്ടിയ കരി എന്ത് ചെയ്യണം, ഒരു ചെറിയൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റണം. അപ്പം ഒരുപാട് തുണി കത്തിച്ചാലായിരിക്കും നമുക്ക് കുറച്ചെങ്കിലും പൊടി കിട്ടുക. അപ്പോൾ നമുക്കിത് ഒരു ചെറിയൊരു ബൗളിലേക്ക് മാറ്റാം. കുഞ്ഞൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ആദ്യം പൗഡർ നമ്മൾ മാറ്റി വെക്കണം. എന്നിട്ട് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം എടുത്തിട്ട് വേണം നമ്മൾ കുഞ്ഞിനെ എഴുതാൻ എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ബൗളിനകത്തേക്ക് പൗഡർ മൊത്തം എടുത്ത് വെക്കാം. കാരണം ഇത്രയും നൈസായിട്ട് പുക കിട്ടിയ പൗഡർ ആയതുകൊണ്ട് തന്നെയും നമ്മൾ കുഴച്ചാൽ പോലും, നമ്മൾ ഇത് മൊത്തത്തിലിട്ട് കുഴച്ചാൽ പോലും നമുക്ക് ഒരുപാട് കിട്ടത്തില്ല, കുറച്ച് ക്വാണ്ടിറ്റിയേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഏകദേശം ഇത്ര പൗഡറേ കിട്ടിയത്. ഇത്രയും കരി നമ്മൾ തുടച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ പൗഡറാണിത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് വീതം ഒരു ചെറിയൊരു ബോക്സിലേക്ക് എടുക്കണം. ചെറിയൊരു ബോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ ഒരു ലിബാമിൻ്റെ ബോക്സാണ് 8 ഗ്രാമിൻ്റെ. അപ്പോൾ 8 ഗ്രാമൊന്നും നമുക്ക് ഇതിനകത്ത് മൊത്തത്തിൽ കുഴച്ച് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യാനുസരണം കുറച്ച് വീതം എടുത്തിട്ട് നമ്മൾ കുഴച്ചാൽ മതി. അപ്പോൾ കുറച്ച് എണ്ണ എടുക്കുന്നുണ്ട് ഞാൻ. ഇതിനകത്തേക്ക് നമ്മളിനി എണ്ണ ഒഴിച്ചു കൊടുത്താണ് ചാലിക്കുക. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ചാലിക്കാൻ വേണ്ടി എടുക്കുന്ന എണ്ണയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയും എടുക്കുന്നുണ്ട്, ആവണക്കെണ്ണയും എടുക്കുന്നുണ്ട്. ആവണക്കെണ്ണയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാസ്റ്റർ ഓയിൽ. ഇത് രണ്ടും നമുക്ക് ഇതിനകത്തേക്ക് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നത്. ഇത് കുഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഒരു സ്പൂണോ അങ്ങനെയൊന്നും എടുക്കരുത്, ആദ്യം ഡ്രോപ്സ് ആയിട്ട് വേണം എടുക്കാൻ. എന്നിട്ട് നമുക്കത് മെല്ലെ കുഴച്ച് നോക്കണം. എന്നിട്ട് മാത്രമേ വീണ്ടും ഒഴിക്കാവുള്ളൂ. എത്രത്തോളം കുഴഞ്ഞ് കിട്ടിയെന്ന് നോക്കിയിട്ട് വേണം വീണ്ടും എടുക്കാൻ. ഏകദേശം നമുക്ക് ചെറിയ രീതിയിൽ നമ്മളെടുത്ത പൗഡർ ഒന്ന് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് ഇനി ഒന്ന് നമ്മുടെ കയ്യിലായാലും ഒന്ന് പതുക്കി ഒന്ന് എഴുതി നോക്കാം. എങ്ങനെ എഴുതിയാൽ എങ്ങനെയാണെന്നുള്ളതെന്ന് നോക്കാം. ചെറിയ രീതിയിൽ ഈ കൊള്ളിക്കകത്തേക്ക് നമ്മളിങ്ങനെ ഈർക്കിലിനകത്തേക്ക് എടുത്തിട്ടുണ്ട്. കറിയെ ഇതെടുത്ത് കഴിഞ്ഞാൽ കരിക്കുമ്പോൾ നമ്മുടെ ദേഹം മൊത്തം കരിയാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം കരിച്ചെടുക്കാൻ. കേട്ടോ, നമ്മൾ കുഞ്ഞിൻ്റെ പിരുകം നമ്മളിങ്ങനെ എഴുതുന്ന സമയത്ത് ഇതുപോലെ വേണം എഴുതിയെടുക്കാൻ. പിന്നെ എഴുതിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഇതെടുക്കുമ്പോൾ പൗഡർ കുഞ്ഞിൻ്റെ പിരുവത്ത് എഴുതി കഴിഞ്ഞാൽ പൗഡർ ഇടാൻ മറന്നു പോകരുത്. പൗഡർ പിരുവത്ത് ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ പടർന്നു പോകും. നമ്മൾ കരിച്ചെടുത്ത കരിയാണെങ്കിൽ, നോർമൽ കരിയാണെങ്കിലും നമ്മൾ എഴുതി കഴിഞ്ഞാൽ അന്നേരം പൗഡർ ഇടണം, ഇല്ലെങ്കിൽ കരിഞ്ഞ് പടർന്നു വരും. അത്
നോക്കിയേട്ടെ, നമുക്ക് എഴുതാൻ ഇങ്ങനെ നമ്മൾ എഴുതി നോക്കുന്നുണ്ട്. കറക്റ്റ് വലിയ രീതിയിൽ സ്റ്റൈലിലൊന്നും ആവത്തില്ല കേട്ടോ. ഞാൻ എന്നിട്ട് എൻ്റെ കയ്യിലൊന്ന് വെള്ളം ഒഴിച്ച് നോക്കിയിട്ടുണ്ട്, പിരിവ് എഴുതിയിട്ടേ. കരി വെച്ച് പിരിവ് എഴുതുന്ന പോലെ എഴുതിയിട്ടൊന്ന് വെള്ളം ഒഴിച്ച് നോക്കിയിട്ടുണ്ട്. അത് വെള്ളം വീണപ്പോൾ പടർന്ന് ഇളകിയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ കൺമഷി, ഹയമോക്കുള്ള കൺമഷി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. ഇത്രയും മരുന്നുകളാണ് ഞാനിതിൽ ചേർത്തിയതും ഇത്ര തുണി എടുത്തതും എല്ലാം നിങ്ങളെ വിശദമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കരിച്ചക്കരി ഉപയോഗിച്ച് കണ്ണെഴുതാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.